അവിടുത്തെ നേതാക്കന്മാർ, അവിടുത്തെ പ്രസിഡന്റ് സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹു വന്ന സമയത്ത് മൈക്ക് സെറ്റുമായിട്ടല്ല വന്നത് എന്നാണ്. പ്രാർത്ഥിക്കാനുള്ള പള്ളിയുടെ അകത്ത് പ്രാർത്ഥിച്ചോളൂ, ലോകത്തിന് വിഷമം ഉണ്ടാക്കേണ്ട പരിപാടിയില്ല. ക്രിസ്ത്യാനികളോട്, അവര് ക്രിസ്ത്യൻ സമൂഹത്തോട് പറയുമ്പം എത്ര സ്ട്രോങ് ആണ് ക്രിസ്ത്യൻ വേൾഡ് എന്ന് നോക്കൂ. ക്രിസ്ത്യാനികള് എത്രയോ അവര് ബൈബിളിനെ ആദരിക്കുന്നതാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടല്ലോ, ക്രിസ്ത്യൻ ഒരു ആളെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ ശരീരം കുഴിച്ചിടാൻ സമ്മതിച്ചിട്ടില്ല, പെട്ടിയിലാക്കി കുഴിച്ചിടാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അവിടെ സ്പേസ് ഇല്ല. അവർ പറയുന്നത് കത്തിക്കൂ എന്നാണ്, ക്രിമേഷനാണ്. ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ക്രിമേഷൻ ഇല്ല. നിങ്ങൾക്ക് അറിയോ അറിയില്ല, ക്രിമേഷൻ സമ്മതിച്ചിട്ടില്ല ബൈബിൾ പറയുന്നത് നിങ്ങൾ പെട്ടിയിലാക്കി വെക്കണം, എന്നാലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കർത്താവിന് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, എത്ര അവർക്കൊന്നും ഇനി സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അവിടുത്തെ ഗവൺമെന്റ് അത്ര സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിച്ചാൽ മതി. ഇവിടെ രാഷ്ട്ര പുരോഗതിയാണ്, ആത്മീയത ഇൻഡിവിജ്വലാണ്. നിങ്ങൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, നിസ്കരിക്കുക, എന്ത് വേണേ ചെയ്തോളൂ. അതുപോലെ തന്നെയാണ് ഹിന്ദുക്കളോടുള്ള സമീപനം. ഹിന്ദുക്കളോടും ഇക്കാര്യത്തിലുണ്ടല്ലോ, ബഹളം വെച്ച് ഇവിടുത്തെ പോലെ പാട്ട് വെച്ചിട്ട് നാട്ടുകാരെ ബഹളം വെക്കാൻ അവർ സമ്മതിക്കില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കൂ. അതുകൊണ്ട് ഇന്ന് ലോകത്തില് നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെക്കണേ, വിസ വേണ്ടാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അവർക്ക് ഏത് രാജ്യത്തിൽ പോകാൻ വിസ വേണ്ട, അവർക്ക് അത്ര റെസ്പെക്റ്റാ കൊടുത്തിരിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകണമെങ്കിലുണ്ടല്ലോ 100 പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോണ്ടല്ലോ, രാഷ്ട്ര പുരോഗതിക്ക് പകരം റിലീജിയന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, ആകെ അസ്വസ്ഥമാക്കി റിലീജിയൻ കാരണം. ഇനിയൊരു ലോകം വരണം, ഈ മതങ്ങളൊന്നുമില്ലാത്തൊരു ലോകം വരണം. മതം എന്ന് പറയുന്നത് ഈ പള്ളികളും അമ്പലങ്ങളും ഒന്നും അല്ല. മതം എന്ന് പറയുന്നത് വ്യക്തിയുടെ പുരോഗതിയാണ്. അത് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. അത് നിങ്ങൾ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിന്റെ വികാസമാണ്. പക്ഷേ ലോകം എന്ന് പറയുന്നത് പരസ്പരം ഐക്യത്തോടും സഹകരണത്തോടും ജാതിമത ഭേദമന്യേ ഐക്യത്തോടുകൂടി ജീവിക്കേണ്ട ഒരു എത്ര നല്ല വാക്കുകൾ നമുക്കുണ്ടല്ലേ. സോദരത്തേന വാഴുന്ന നാടാണ്, വസുദൈവ കുടുംബമാണ്. ഇതൊക്കെ ഒന്ന് ഹിന്ദുക്കൾക്ക് പറയാനേ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുമോ? ഇതൊക്കെ പ്രായോഗികമാക്കാൻ പറ്റുമോ നമുക്ക്? എല്ലാ വാക്കുകളും നമുക്കുണ്ട്, മഹാത്മാക്കൾ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെങ്കിലും ഇതൊന്നൊക്കെ ഉയർന്ന് ചിന്തിക്കണം. നമ്മളൊരു പുതിയ സംസ്കാരത്തെ വാർത്തു കൊടുക്കണം ലോകത്തില്. അവിടെ നമ്മൾ പറയേണ്ടത് വ്യക്തിവികാസത്തിന് മതം വേണം, എന്നാൽ ലോക നന്മയ്ക്ക് വേണ്ടത് പരസ്പര ഐക്യവും ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രം ഭൗതികമായും പുരോഗതി പ്രാപിക്കും. അവനവന്റെ ആത്മീയമായ പ്രയത്നങ്ങൾ